ജർമ്മനിയിലെ ബെർലിനിൽ നിന്നും ഉച്ചയ്ക്ക് 1:37 പുറപ്പെട്ട ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ ഞാൻ ന്യൂറംബർഗിലേക്ക് യാത്ര തുടരുകയാണ്. 3.5 മണിക്കൂറിന്റെ യാത്രയുണ്ട് ന്യൂറംബർഗിലേക്ക്. വൈകിട്ട് 5 മണി കഴിഞ്ഞേ അവിടെ എത്തൂ. ലെയ്പ്സിഗ് എന്ന പട്ടണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. പല രൂപവും ഭാവവുമുള്ള ട്രെയിനുകൾ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടും അത് ചിത്രീകരിച്ചുകൊണ്ടുമിരുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് ലെയ്പ്സിഗിലേത്. 1915 നിലവിൽ വന്ന സ്റ്റേഷനാണ്. പ്രവർത്തനം തുടങ്ങി 10 വർഷം കഴിഞ്ഞാണ് ഇത് വൈദ്യുതീകരിച്ചത്. വലിയൊരു ഉരുക്കു നിർമ്മിതിയാണ് സ്റ്റേഷൻ. ദിവസവും 1.25 ലക്ഷം യാത്രക്കാർ ഈ സ്റ്റേഷൻ വഴി കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. പ്രധാനപ്പെട്ടൊരു ജംഗ്ഷനുമാണിത്. HBF എന്നത് ഹോഫ്ത് ബാൻഹോഫ് എന്നതിന്റെ ചുരുക്കരൂപമാണ്. ടെർമിനസ് സ്റ്റേഷനാണ്. മറ്റെവിടേക്ക് പോകണമെങ്കിലും ഇവിടെ നിന്നും തിരിച്ചു പോകണം. പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗത്ത് സ്മോക്കിംഗ് ഏരിയയുണ്ട്. സിഗരറ്റ് മാത്രമല്ല, ബിയറും കൂടി എടുത്താണ് അവിടെ ചിലർ നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാതെ എന്തും ചെയ്യാം. 5 മിനിറ്റ് നേരം ലെയ്പ്സിഗിൽ നിർത്തിയ ശേഷം വണ്ടി വന്ന വഴിയെ തിരിച്ചു പോവുകയാണ്. പാളങ്ങൾ ഈ സ്റ്റേഷനിൽ അവസാനിക്കുകയാണ്. ഞാൻ സഞ്ചരിക്കുന്ന ട്രെയിൻ ഇങ്ങനെ പിറകോട്ട് പോയി തെക്കോട്ട് തിരിയും. ധാരാളം ജലാശയങ്ങളുള്ള ഒരു പ്രദേശമാണിത്. ജർമ്മനിയുടെ സാക്സണി സംസ്ഥാനമാണിത്. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങൾ സാക്സണി മേഖലയുടെ ഒരു പ്രത്യേകതയാണ്. പുനരേകീകരണത്തിന് മുൻപ് കിഴക്കൻ ജർമ്മനിയുടെ ഭാഗമായിരുന്നു ഇവിടമെല്ലാം. അതുകൊണ്ട് തന്നെ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ചുവട് പിടിച്ചുള്ള കാർഷിക പരീക്ഷണങ്ങൾ ഇവിടെ നടന്നിരുന്നു. സോവിയറ്റ് യൂണിയനിലേതുപോലെ അല്ലെങ്കിലും കൂട്ടുകൃഷി സമ്പ്രദായവും ഇവിടെ നിലനിന്നു. 1950കളിലും 60കളിലും ചെറിയ കൃഷിയിടങ്ങൾ അപ്രത്യക്ഷമാവുകയും പകരം അതിവിസ്തൃതമായ കൂട്ടുകൃഷിപ്പാടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. 4000-ഉം 5000-ഉം ഹെക്ടർ വിസ്തൃതിയുള്ള ഒറ്റ കൃഷിയിടങ്ങളായിരുന്നു അത്. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാമുകൾ. ഇപ്പോൾ കൃഷിയിടങ്ങളിലെല്ലാം 100 കണക്കിന് വിൻഡ് മില്ലുകൾ കാണാം. കൃഷിയിടങ്ങളോട് ചേർന്ന് ഗ്രാമങ്ങൾ. എന്നാൽ സോവിയറ്റ് കാലത്ത് സ്ഥിതി ഈ വിധമായിരുന്നില്ല. കാർഷിക മേഖലയ്ക്ക് അന്ന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നെങ്കിലും കർഷക തൊഴിലാളികൾ ദുരിതത്തിലായിരുന്നു. ആ ചരിത്രം ഓർത്തുകൊണ്ടാണ് ഞാനിരിക്കുന്നത്. സോവിയറ്റ് തണലിൽ ഭരണം നടത്തിയിരുന്ന കിഴക്കൻ ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ജനങ്ങളിൽ അമിത ഭാരമാണ് അടിച്ചേൽപ്പിച്ചിരുന്നത്. പലർക്കും പരമ്പരാഗത കൃഷിഭൂമി നഷ്ടമായി. കൃഷിപ്പണിയിൽ പരിചയമില്ലാത്ത പലരും ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കൂട്ടുകൃഷിപ്പാടങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരുമായി. കിഴക്കൻ ജർമ്മനിയിൽ നിന്നും ആളുകൾ പടിഞ്ഞാറൻ ജർമ്മനിയിലെ സമ്പന്നതയിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചത് ഇതെല്ലാം കൊണ്ടുകൂടിയാണ്. എർഫൂർട്ട് എന്ന ഒരു പ്രധാന പട്ടണത്തിലെ സ്റ്റേഷനാണ് ഇത്. കിഴക്കൻ ജർമ്മനിയിലെ മറ്റൊരു സ്റ്റേറ്റായ തുരിങ്കിയയുടെ ആസ്ഥാനവും അവിടുത്തെ ഏറ്റവും വലിയ പട്ടണവുമാണ് എർഫൂർട്ട്. ഈ ദിശയിൽ കിഴക്കൻ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പട്ടണമാണ് എർഫൂർട്ട്. ട്രെയിൻ എർഫൂർട്ടിന്റെ സ്റ്റേഷനിലേക്കെത്തി. വലിയൊരു സ്റ്റേഷനാണിത്. എർഫൂർട്ട് സെൻട്രൽ സ്റ്റേഷനിൽ വണ്ടി നിന്നു. ജർമ്മൻ റെയിൽ നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ. ദിവസവും 40,000-ത്തിലധികം ആളുകൾ എർഫൂർട്ട് റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കുന്നുവെന്നാണ് കണക്ക്. കുറെ പേർ ഇറങ്ങി. ഞങ്ങളുടെ ബോഗിയിലേക്ക് അധികം ആളുകൾ കയറിയിട്ടില്ല. കമ്പാർട്ട്മെന്റുകളെ തിരിക്കുന്ന വാതിൽ അടയുന്നു. ട്രെയിൻ എർഫൂർട്ടിൽ നിന്നും യാത്ര തുടർന്നു. വളരെ പ്രാധാന്യമാർന്നൊരു പട്ടണമാണ് എർഫൂർട്ട്. 1500 വർഷം മുൻപ് സ്ഥാപിക്കപ്പെട്ട ജനവാസ കേന്ദ്രമാണിത്. മധ്യകാലത്ത് യൂറോപ്പിലെ പ്രമുഖമായൊരു വാണിജ്യ കേന്ദ്രവും. എർഫൂർട്ടിൽ നിന്നും കയറി വന്നവരാണ് സീറ്റ് അന്വേഷിച്ച് ഈ നടക്കുന്നത്. ട്രെയിനിന്റെ കോറിഡോർ ഇങ്ങനെയാണ്. ഒരറ്റത്ത് ടോയ്ലറ്റുണ്ട്.
കുടിവെള്ളമുണ്ട്. ഇന്റർസിറ്റി എക്സ്പ്രസുകൾക്കെല്ലാം ഏറ്റവും ആധുനിക നിലവാരമുണ്ട്. കിഴക്കൻ ജർമ്മനിയിലായിരുന്ന കാലത്ത് വലിയ വികസനമൊന്നുമില്ലാതെ നിലകൊള്ളുകയായിരുന്നു എർഫൂർട്ടിലെ റെയിൽവേ സ്റ്റേഷൻ. ഇരു ജർമ്മനികളും ഒന്നായ ശേഷം ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 250 മില്യൺ യൂറോ ചെലവിട്ട പുനർനിർമ്മാണം 2007 പൂർത്തിയായത്. എന്റെ ക്യാബിനകത്ത് കൂടുതൽ ആളുകൾ കയറുന്നതോടെ അവിടെ ഇരുന്നുള്ള ഷൂട്ടിംഗ് പ്രയാസമാകും. ക്യാബിനിലിരിക്കുമ്പോൾ ഒരു വശത്തെ കാഴ്ചകൾ മാത്രമേ ഷൂട്ട് ചെയ്യാനാവൂ. കോറിഡോറിലേക്ക് ഇറങ്ങിയാൽ മറുഭാഗത്തേതും ക്യാമറയിലാക്കാം. ബാംബെർഗ് എന്ന സ്റ്റേഷനിലേക്ക് വണ്ടി അടുക്കുകയാണ്. ഇപ്പോൾ ബവേറിയയുടെ ഭൂപ്രകൃതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കുന്നുകളും താഴ്വരകളുമെല്ലാം ഉള്ള പ്രദേശം. സുന്ദരമാണ് പുറം കാഴ്ചകൾ. അധികം താമസിയാതെ ട്രെയിൻ ജർമ്മനിയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റായ ബവേറിയയിലേക്ക് പ്രവേശിക്കും. ബവേറിയ പഴയ പടിഞ്ഞാറൻ ജർമ്മനിയുടെ ഭാഗമാണ്. ആ വ്യത്യാസം ഒരു കാലത്ത് വളരെ പ്രകടമായിരുന്നു താനും. പടിഞ്ഞാറൻ കിഴക്കൻ ജർമ്മനികൾ തമ്മിൽ അന്ന് വലിയ അന്തരമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 3 ദശകത്തിനിടെ അതൊക്കെ മാറിയിരിക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ജർമ്മനികൾ തമ്മിൽ നിലനിന്ന വ്യത്യാസം തിരിച്ചറിയാനാവാത്ത മട്ടിലുള്ള വികസനം. പക്ഷേ ഇവിടെ ഭൂപ്രകൃതിയിലെ മാറ്റം വളരെ പ്രകടമാണ്. മലകളും താഴ്വരകളുമെല്ലാമുള്ള ഭൂപ്രകൃതി. ബോഗിയുടെ കോറിഡോർ മിക്കപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കും. കൂടുതൽ മനോഹരമായ ഭൂപ്രകൃതി കാഴ്ചയിലേക്ക് എത്തുകയായി. ഹരിതാഭമായ കുന്നുകൾ, പുൽമേടുകൾ, വൃക്ഷക്കൂട്ടങ്ങൾ, തടാകങ്ങൾ. കിഴക്കൻ ജർമ്മനിയിൽ കൂടുതലും പരന്ന കൃഷിയിടങ്ങളാണെങ്കിൽ ഭംഗിയുള്ള പ്രകൃതി ഇവിടെയാണ്. ബവേറിയൻ സ്റ്റേറ്റിൽ ഉൾപ്പെട്ട മ്യൂണിക്കിലാണ് ഞാൻ ഈ യാത്രയുടെ ആദ്യ ദിനത്തിൽ വന്നിറങ്ങിയത്. താഴ്വരകൾക്ക് മുകളിലൂടെ നിർമ്മിച്ച പാലങ്ങളിലൂടെയും ടണലുകളിലൂടെയുമെല്ലാം ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. പല മലകളുടെയും വക്കിലൂടെയാണ് പോകുന്നത്. മലകളുടെ ചെരുവുകളിലെയും താഴ്വാരത്തെയും സുന്ദരമായ ഗ്രാമങ്ങൾ കാണാം. ബവേറിയ സ്റ്റേറ്റിലേക്ക് കയറിക്കഴിഞ്ഞു. പച്ചപുതച്ച കുന്നുകൾ, നിറം മാറിവരുന്ന വൃക്ഷനിരകൾ, ചെറുതടാകങ്ങൾ. ജർമ്മനിയിൽ പ്രകൃതി സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് ബവേറിയയിലാണെന്ന് ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. മണിക്കൂറിൽ 280 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ കുതിക്കുന്നത്. അതിവേഗ യാത്ര. 250 കിലോമീറ്ററാണ് സ്പീഡ് എന്നത് ഇതിലിരിക്കുമ്പോൾ അറിയുകയേയില്ല. സുന്ദര ഗ്രാമങ്ങൾ പലതും പിന്നിലായിക്കൊണ്ടിരുന്നു. 2ാം ലോക മഹായുദ്ധാനന്തരം സഖ്യകക്ഷികൾ ജർമ്മനിയെ വീതം വെച്ചെടുത്തപ്പോൾ ബവേറിയ അമേരിക്കൻ നിയന്ത്രണത്തിലായി. മ്യൂണിക് ആസ്ഥാനമായാണ് അവർ ബവേറിയയെ നിയന്ത്രിച്ചത്. ബെർലിൻ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ പിടിച്ചെടുത്തത് സോവിയറ്റ് റെഡ് ആർമി ആയിരുന്നെങ്കിൽ ബവേറിയ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ നാസി സൈന്യത്തെ പരാജയപ്പെടുത്തിയത് US സൈന്യമായിരുന്നു. ഇടയ്ക്ക് ടിക്കറ്റ് എക്സാമിനർ കയറി വരുന്നു. ട്രെയിൻ ഒരു ടണലിലൂടെ പോകുന്നത് കൊണ്ടാണ് ഇരുട്ട്. സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള കിഴക്കൻ ജർമ്മനിയിൽ നിന്നും ആളുകൾ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു തുടങ്ങിയപ്പോൾ അതിന്റെ വലിയൊരു ഭാഗവും എത്തിയത് ബവേറിയൻ പ്രദേശത്താണ്. നിരവധി ടണലുകൾ കടന്നാണ് ട്രെയിൻ പോകുന്നത്. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ തൊട്ടടുത്ത വർഷങ്ങളിലാണ് കിഴക്കൻ ജർമ്മനിയിൽ നിന്നും ബവേറിയയിലേക്ക് വലിയ തോതിലുള്ള കുടിയേറ്റമുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഭയന്ന് കിഴക്കൻ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്തവരായിരുന്നില്ല അവരെല്ലാം. ബവേറിയയിൽ കാർഷിക വൃത്തിയിലൂടെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനെത്തിയവർ. 1946-നും 50-നും കിഴക്കൻ ജർമ്മനിയിൽ നിന്നും 500,000 പേരെങ്കിലും ബവേറിയയിലെത്തി സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നാണ് കണക്ക്. ഹംഗറി, ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 35,000 പേരും. ബെൽജിയവും നെതർലാൻഡും ചേരുന്നത്ര വിസ്തൃതമാണ് ബവേറിയ എന്ന ഈ ജർമ്മൻ സ്റ്റേറ്റ്. വ്യാവസായികമായും ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ബാംബെർഗ് എന്ന പട്ടണത്തിലേക്ക് ട്രെയിൻ പ്രവേശിച്ചു.
സ്റ്റേഷനിൽ വെളുപ്പുനിറമുള്ള ഒരു ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ കിടപ്പുണ്ട്. ബാംബർഗിന്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടിയെത്തി. ഒരു പ്രധാന സ്റ്റേഷനാണ്. ഇവിടെ ഞങ്ങളുടെ ബോഗിയിൽ നിന്നും കുറെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ബാംബർഗിൽ നിന്നും ട്രെയിൻ യാത്ര തുടർന്നു. ലോക്കൽ ട്രെയിനുകളുടെ ഈ മേഖലയിലെ മെയിൻ ഹബ്ബാണ് ബാംബർഗ്. 80,000-ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ബാംബർഗ് പട്ടണത്തിൽ. ഹിറ്റ്ലറുടെയും നാസി പാർട്ടിയുടെയും ചരിത്രവുമായി ബാംബർഗിന് വലിയൊരു ബന്ധമുണ്ട്. 1926 ഫെബ്രുവരി 14 ബാംബർഗിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് അഡോൾഫ് ഹിറ്റ്ലർ നാസി പാർട്ടിയിലെ തന്റെ അപ്രമാദിത്വം ഉറപ്പിച്ചത്. ബാംബർഗ് കോൺഫറൻസ് എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ സമ്മേളനത്തിൽ ഉന്നതരായ 60 നാസി പാർട്ടി നേതാക്കൾ പങ്കെടുത്തിരുന്നു. പാർട്ടിയുടെ സർവാധിപതി താനാണെന്നും തന്റെ തീരുമാനങ്ങളെ മറ്റാരും ചോദ്യം ചെയ്യരുതെന്നുമുള്ള കാര്യങ്ങൾ ആ സമ്മേളനത്തിൽ വെച്ച് ഹിറ്റ്ലർ പാസാക്കിയെടുത്തു. ബവേറിയയുടെ സാമൂഹിക, സാംസ്കാരിക, കലാ, സാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 60-ലേറെ പ്രമുഖർ ജനിച്ച പട്ടണമാണിത്. വിശുദ്ധ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ഹെൻറി രണ്ടാമൻ വരെയുണ്ട് ആ പട്ടികയിൽ. ജർമ്മനിയിൽ നിന്നുള്ള പോപ്പായിരുന്ന ക്ലെമന്റ് രണ്ടാമൻ വൈദികനായിരുന്ന കാലത്ത് ജീവിച്ചതും ഇവിടെയാണ്. ഹെൻറി രണ്ടാമന്റെയും പോപ്പ് ക്ലെമന്റ് രണ്ടാമന്റെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് ബാംബർഗ് കത്തീഡ്രലിലാണ്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ന്യൂറംബർഗിൽ ഇറങ്ങേണ്ടവരാണെന്ന് തോന്നുന്നു. കുറെ പേർ പെട്ടിയും മറ്റുമായി കോറിഡോറിലേക്ക് വന്നിരിക്കുന്നു. വലിയ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ന്യൂറംബർഗിൽ. ചരക്കുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നർ യാർഡ് പോലുള്ള സ്റ്റേഷനാണ് ഒന്ന്. അതിനു പുറമെ പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ബവേറിയയിലെ 2ാമത്തെ വലിയ നഗരമാണ് ന്യൂറംബർഗ്. 2ാം ലോകമഹായുദ്ധ ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ജർമ്മൻ നഗരം. ഹിറ്റ്ലറുടെയും നാസി പാർട്ടിയുടെയും ഒരു പ്രധാന കേന്ദ്രവുമായിരുന്നു ഇവിടം. നാസി പാർട്ടിയുടെ വലിയ റാലികൾ നടന്നിരുന്ന നഗരം. ആ റാലികളിൽ ഒന്നിൽ വെച്ചാണ് ഹിറ്റ്ലർ ജൂതന്മാർക്ക് ജർമ്മനിയിൽ സ്ഥാനമില്ലെന്ന പ്രഖ്യാപനം നടത്തിയത്. ജർമ്മനിയിലെ തന്നെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ നഗരങ്ങളിലൊന്നാണ് ന്യൂറംബർഗ്. 2ാം ലോകമഹായുദ്ധത്തിനിടെ കനത്ത ബോംബിങ്ങിനാണ് ഈ നഗരം വിധേയമായത്. ബോംബ് വർഷിക്കാനെത്തിയ സഖ്യകക്ഷി വിമാനങ്ങളിൽ 100-ലധികം തകർന്നു വീണ നഗരമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഒടുവിൽ ആ പാർട്ടിയുടെ അന്ത്യം കണ്ടതും ഇവിടമാണ്. യുദ്ധാവസാനം അവശേഷിച്ച നാസി നേതാക്കളെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ നഗരത്തിൽ വെച്ചായിരുന്നു. ഇറങ്ങാനുള്ള സ്റ്റേഷൻ ഇതാണെന്ന് ഉറപ്പുവരുത്താനായി ജാലകത്തിലൂടെ ഉറ്റുനോക്കി നിൽക്കുകയാണ് ഞാൻ. ന്യൂറംബർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുന്നു. ന്യൂറംബർഗ് ഹോഫ് ബാൻഹോഫ് അഥവാ സെൻട്രൽ സ്റ്റേഷൻ ബവേറിയയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്ന്. 23 പ്ലാറ്റ്ഫോമുകളുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്. ദിവസേന 450 ട്രെയിനുകളാണ് ഈ സ്റ്റേഷൻ വഴി കടന്നു പോകുന്നത്. ട്രെയിനിൽ നിന്നും 9ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഇറങ്ങി. 9ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും സ്റ്റേഷന്റെ പ്രധാന ഭാഗത്തേക്ക് ഭൂമിക്കടിയിലെ ഒരു സബ്വേയിലൂടെ വേണം പോകാൻ. സബ്വേയിലൂടെ നടക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ പ്ലാറ്റ്ഫോമുകളും ട്രെയിനുകൾ കടന്നു പോകുന്ന പാളങ്ങളുമാണ്. ഓവർ ബ്രിഡ്ജുകളില്ല. യൂറോപ്പിലെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളും ഇങ്ങനെയാണ്. സ്റ്റേഷന്റെ പുറത്തേക്കിറങ്ങി. കാൽപ്പനിക ഛായയുള്ള സുന്ദരമായ ഒരു കെട്ടിടമാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. സ്റ്റേഷന്റെ ഒരറ്റത്തെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഗോപുരം കാണാം. പഴയ നഗരമതിലിന്റെ ഭാഗമായിരുന്ന ഗോപുരമാണ്. അത്തരത്തിലുള്ള 4 കൂറ്റൻ ടവറുകൾ നഗരമതിലിലുണ്ട്. ഇരട്ട നഗരമതിലാണ് ന്യൂറംബർഗ് എന്ന ചരിത്ര നഗരത്തെ സംരക്ഷിച്ച് നിലകൊള്ളുന്നത്. അതിൽ കൊത്തളങ്ങളും വീക്ഷാഗോപുരങ്ങളുമെല്ലാമുണ്ട്. മധ്യകാലത്ത് നിർമ്മിച്ച കൂറ്റൻ നിർമ്മിതിയാണ് മതിൽ.
മതിലുകൾക്കിടയിൽ ഒരു കിടങ്ങ്. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഇതിന്റെ നിർമ്മാണം 16-ാം നൂറ്റാണ്ടിലാണ് അവസാനിച്ചതെന്നാണ് ചരിത്രരേഖകൾ. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ നഗരത്തിന്റെ ചരിത്ര ഗാംഭീര്യം മനസ്സിലാവും. യൂറോപ്യൻ നഗരങ്ങളുടെ ഒരു പ്രൗഢി ഇതാണ്. സമ്പന്നമായ ഒരു ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളാണിതെല്ലാം. അത്തരം കെട്ടിടങ്ങളാണ് ഹോട്ടലുകളായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. വലിയ കവാടങ്ങളും ചവറുകളും. 800 വരെ വർഷം മുൻപ് കല്ലുകൊണ്ട് പണിതവയാണിതെല്ലാം. കോട്ടയ്ക്കകത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ട്. ഇത് ഇന്നൊരു ഹാൻഡിക്രാഫ്റ്റ്സ് വില്ലേജ് ആണ്. ഞാൻ നൂറംബർഗ് കാസിലേക്ക് കയറി ചെന്നു. പഴയ ഗ്രാമം അതേപടി നിലനിർത്തിയിരിക്കുന്നു. ഹാൻവർക്കർ ഹോഫ് എന്നാണ് ഇതിന് ജർമ്മനിയിൽ പറയുന്നത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണിത്. ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളെയൊന്നും കാണുന്നില്ല. ഗംഭീരമായൊരു സ്ഥലമാണ്. കലാപൂർണതയുള്ള ഒരു നഗരത്തിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ജർമ്മനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരങ്ങളിലൊന്നാണ് നൂറംബർഗ്. മധ്യകാലത്തെ നൂറംബർഗ് നഗരത്തിലെ സെറ്റിൽമെന്റുകളുടെ ഒരു നേർചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത്തരത്തിൽ കരകൗശല വിദഗ്ധർക്കും ലോഹപ്പണിക്കാർക്കും തുകൽപ്പണിക്കാർക്കുമെല്ലാം പ്രത്യേകം ക്വാർട്ടറുകൾ ഉണ്ടായിരുന്നു മധ്യകാല നൂറംബർഗിൽ. പഴയ കോട്ടയ്ക്കുള്ളിലെ ചെറിയ സെറ്റിൽമെന്റ് പോലൊരു ഭാഗം. ഇത് കോട്ടയ്ക്കുള്ളിൽ പണ്ടുണ്ടായിരുന്ന ഒരു കിണറാണ്. നൂറംബർഗിന്റെ പ്രധാന നഗരം തന്നെ കോട്ടയ്ക്കകത്താണ്. സമ്മറിൽ ജനം നിറഞ്ഞൊഴുകുന്ന വഴികളാണിത്. ഞാനതിലൂടെ കുറേ നേരം ചുറ്റി നടന്നു. അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ പെർഫെക്ഷൻ അപാരം. പല കെട്ടിടങ്ങളിലും റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിമനോഹരമായ ഹാൻഡിക്രാഫ്റ്റ് വില്ലേജ്. ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് എനിക്ക് അല്പം അസൗകര്യമുണ്ട് ഇവിടെ. മധ്യകാലഘട്ടത്തിലെ പ്രൗഢമായൊരു ജർമ്മൻ നഗരത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന പ്രദേശം. ഇങ്ങനെ വേണം സാംസ്കാരിക കേന്ദ്രങ്ങളെ നിലനിർത്താൻ. നമ്മളും പൗരാണികതയെ നിലനിർത്തുമ്പോൾ ഇതൊക്കെ മാതൃകയാക്കണം. മഴ കാരണമാണ് ഇവിടെ പുറത്തൊന്നും ആളുകളെ കാണാത്തത്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും എത്തുന്ന ഇടമാണിത്. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. വിന്റർ കാലത്ത് ഡിസംബർ 30 അടയ്ക്കുന്ന വില്ലേജ് പിന്നീട് മാർച്ച് മധ്യത്തോടെ മാത്രമേ തുറക്കൂ. ഞാൻ കോട്ടയുടെ ആ ഭാഗത്തു നിന്നും പുറത്തേക്ക് നടന്നു. വലിയൊരു പ്രദേശമാകെ വ്യാപിച്ചു നിൽക്കുകയാണ് കോട്ട. ഇനി ഞാൻ നടക്കുന്നത് മുഴുവൻ കോട്ടയ്ക്കകത്തുകൂടി തന്നെയായിരിക്കും. നൂറംബർഗ് നഗരം മൊത്തത്തിൽ തന്നെ കോട്ടയ്ക്കകത്താണ്. വലിയ മതിലും ഗോപുരങ്ങളും കമാനവഴികളും കൊത്തളങ്ങളുമെല്ലാം ഉണ്ട് ഇവിടെ. ക്ലാസിക് ചാരുതയുള്ള നിരവധി മന്ദിരങ്ങളുള്ള കോട്ടനഗരം. അതിന്റെ ഒരു ഭാഗത്തേക്ക് നീണ്ടുപോകുന്ന തെരുവാണിത്. കുണിക്സ് സ്ട്രാസെ. ഓരത്ത് റെസ്റ്റോറന്റുകൾ. കാലാവസ്ഥയിലെ മാറ്റം ഈ മധ്യകാല നഗരത്തിന്റെ പ്രസന്നഭാവം കവർന്നെടുത്തിരിക്കുകയാണെന്ന് തോന്നും. പച്ചക്കറികളും പഴങ്ങളും ഉണങ്ങിയ പഴങ്ങളും വിൽക്കുന്ന സ്റ്റാളുകൾ. പിങ്കി നിറമുള്ള കുമ്മായക്കല്ലുകൊണ്ടാണ് കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത്. സുന്ദരമായൊരു കാഴ്ചയാണത്. 2-ാം ലോകമഹായുദ്ധത്തിന്റെ അന്തിമഘട്ടത്തിൽ ബോംബ് വീണ് നിലംപരിശായിരുന്നു ഇതെല്ലാം എന്നോർക്കണം. യുദ്ധം തീർന്ന ശേഷം പഴയ ചരിത്ര നഗരത്തിന്റെ അതേ രൂപത്തിൽ ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു. മധ്യകാല വാസ്തുവിദ്യയിൽ നിന്നും വ്യതിചലിക്കാതെയാണ് ഇതെല്ലാം പുനഃസൃഷ്ടിച്ചത്. റുഡോൾഫ് എസ്റ്റർ, ജൂലിയസ് ലിംഗെ എന്നീ പ്രതിഭാധനരായ വാസ്തുശില്പികളാണ് ആ ചരിത്ര ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. നേരെ മുന്നിൽ കാണുന്നത് ഒരു പ്രതിരോധ മന്ദിരമാണ്. നസാവൂയർ ഹൗസ് എന്നാണ് അതിനു പേര്. അതിന്റെ മുന്നിലായി സെയിന്റ് ലോറൻസ് ചർച്ച്. എല്ലാം ശിലാനിർമ്മിതികൾ തന്നെ. പള്ളിയുടെ മുറ്റം വലിയൊരു സ്ക്വയർ പോലെയാണ്. ഇതാണ് നസാവൂയർ ഹൗസ്, ഡിഫൻസീവ് ബിൽഡിംഗ്. അതിന്റെ ഒരു വശത്ത് സെയിന്റ് ലോറൻസ് പള്ളി. പള്ളിയുടെ മുന്നിൽ നിന്നും ഒരു സ്ട്രീറ്റ് നീണ്ടുകിടക്കുന്നുണ്ട്. ഞാൻ അതിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു.
പരമാവധി കാഴ്ചകൾ പകർത്തണം. ഒരു ദിവസം കൊണ്ടൊന്നും ന്യൂറംബർഗിനെ കണ്ടു തീർക്കാനാവില്ല. ഏതാനും ദിവസങ്ങൾ തന്നെ ഇവിടെ താമസിക്കേണ്ടതായിരുന്നു. ജർമ്മനിയിലെ ഓരോ നഗരവും കാണുമ്പോൾ നേരത്തെ കണ്ട നഗരത്തേക്കാൾ ഗംഭീരമാണ് അതെന്ന ചിന്തയിലാണ് ഞാൻ നടക്കുന്നത്. ന്യൂറംബർഗിന്റെ വഴികളിൽ സഞ്ചാരം തുടർന്നു.